ഹായ്, ഇന്ന് നമ്മൾ സബ് ജില്ലാ കലോത്സവ വേദിയിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ മോളുടെ സംഘനൃത്തം ഉണ്ട്. അപ്പോൾ രാവിലെ ഞങ്ങൾ 7:30 ഒക്കെ ആയപ്പോഴേക്കും സ്കൂളിലെത്തി. അവളുടെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടപ്പോൾ അവരുടെ അടുത്തേക്ക് ഓടുകയാണ്. അവർ നേരത്തെ എത്തിയായിരുന്നു. ഞങ്ങൾ നേരെ വന്ന ഉടനെ മേക്കപ്പ് മാൻമാരൊക്കെ ഉണ്ടായിരുന്നു. അവർ മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മേക്കപ്പൊക്കെ ചെയ്യുന്നത്. പക്ഷേ കുറച്ച് ടെൻഷനും കൂടിയുള്ള ദിവസമായിരുന്നു. അവൾക്ക് 2 ദിവസമായിട്ട് ചെറിയ പനിയും ചെവി വേദനയൊക്കെ ആയിട്ട് ആളാകെ ഡൗണായിരുന്നു. അപ്പോൾ ഡോക്ടർ കളിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ആണ് വിട്ടത്. പക്ഷെ ഞങ്ങൾ എന്തായാലും ഒന്ന് ശ്രമിച്ച് നോക്കാമെന്ന് ഓർത്ത് പോന്നതാണ്. അവരുടെ ഓർണമെൻറ്റ്സൊക്കെയാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ളതായിരുന്നു. തലയിൽ വയ്ക്കാനുള്ളതൊക്കെയാണ് കൂടുതലും. മുഖത്തെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഹെയർ സ്റ്റൈലിലേക്ക് വന്നിട്ടുണ്ട്. മുടിയിൽ ഈർക്കിൽ സ്ലൈഡൊക്കെ കുത്തിക്കയറ്റുമ്പോൾ ഭയങ്കര വേദനയൊക്കെ ഉണ്ടായിരുന്നു. ആൾ സഹിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. മുടിയൊക്കെ നീട്ടമുള്ളതൊക്കെ വെച്ച കാരണം ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഈ സ്ലൈഡ് കുത്തുന്നതിൻ്റെ ഒരു വേദന ഉണ്ടായിരുന്നു. ഓരോരുത്തരൊക്കെ റെഡിയായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്ക് പുറകെ ആക്കിയിരുന്നു. തലയിലൊക്കെ ഇതൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കൊരു വെയിറ്റൊക്കെ വന്നു തലയ്ക്ക്. അപ്പോൾ ഒന്ന് പയ്യെ ചിണുങ്ങിയൊക്കെ തുടങ്ങി വേണ്ട എന്നുള്ളതിൽ. പിന്നെ ലിഫ്റ്റിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിനൊക്കെ നല്ലതായിട്ട് ഇരുന്ന് കൊടുത്തു. തലയിൽ നല്ല ഭംഗിയില്ലേ കാണാൻ, നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ ആൾക്കൊരു ക്ഷീണമൊക്കെ തുടങ്ങിയായിരുന്നു. മുഖമൊക്കെ ഒന്ന് വാടി തുടങ്ങി. ചിലങ്ക കിട്ടിയവൾ ആദ്യമായിട്ടാണ് കേട്ടോ സ്റ്റേജിൽ കയറുന്നത്. സംഘനൃത്തത്തിന് സബ് ജില്ലയിൽ ആദ്യമായിട്ടാണ് മോള് പോകുന്നത്. അപ്പോൾ ചിലങ്കയൊക്കെ കെട്ടുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ആളുടെ കാലിന് പാകാവാൻ ഇച്ചിരി പണിയായിരുന്നു. നല്ല ടൈറ്റാക്കിയിട്ടൊക്കെ കെട്ടിക്കൊടുത്തു കേട്ടോ. എല്ലാം ഒക്കെ കഴിഞ്ഞ് റെഡിയായി. ഇനി ദക്ഷിണ കൊടുക്കലാണ്. മേക്കപ്പ് മാന് സാറിന് കൊടുത്തു. പിന്നെ ഇതാണ് ഡാൻസ് ടീച്ചറിന് ഓരോരുത്തരായിട്ട് ദക്ഷിണയൊക്കെ കൊടുത്ത് സ്റ്റേജിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവരും ഭയങ്കര ടെൻഷനിലായി കേട്ടോ. സ്റ്റേജിലേക്ക് അവർ പോവുകയാണ് കേട്ടോ. അവർ വലിയ കുഴപ്പമില്ല, എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണ് കയറിയത്. ബായൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. ഞങ്ങൾ പിന്നെ മോളുടെ ഡാൻസൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇത് ടീച്ചേഴ്സും ഡാൻസ് ടീച്ചറൊക്കെയാണ് കേട്ടോ. ഇത് അവളുടെ അനിയത്തി ദേവു. അവൾക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. ചേച്ചി ഇങ്ങനെ റെഡി ആയിട്ടൊക്കെ നടക്കണം കണ്ടിട്ട് അവൾക്ക് കുശുമ്പ് കയറുമായിരുന്നു. എല്ലാവർക്കും അവൾക്ക് വയ്യാണ്ടൊക്കെ ഇരുന്ന് തന്നെ എല്ലാവരും വന്ന് വിശേഷമൊക്കെ ചോദിക്കുകയാണ് എങ്ങനെയുണ്ടായിരുന്നു, നന്നായിട്ട് കളിച്ചു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് എല്ലാവരും നന്നായിട്ട് വന്ന് പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അവിടെ കുറച്ച് ഫാൻസൊക്കെ വന്നായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഡാൻസ് കണ്ടിട്ട് ഭയങ്കര കയ്യടിയായിരുന്നു. അന്ന് അവിടെ ഉണ്ടായിരുന്ന കാണികളൊക്കെയാണ് കേട്ടോ വന്നത്. എല്ലാവരും പേരും നന്നായിട്ട് കളിച്ചു എന്നൊക്കെ പറഞ്ഞ് വിശേഷമൊക്കെ പറയുന്നുണ്ടായിരുന്നു. എല്ലാവരും ഞങ്ങളുടെ മക്കളെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരണേ, സബ്സ്ക്രൈബ്